കിസ് ചെയ്യണോ? കിസ് ചെയ്യേ. ഈ ഒരു ഡേക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു, വീട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി വെയിറ്റ് ചെയ്തു ഈ ഒരു ഡേക്ക് വേണ്ടി. ബട്ട് ഫൈനലി ദ ഡേ ഈസ് ഹിയർ. സോ ഒത്തിരി സന്തോഷം ആൻഡ് എക്സൈറ്റഡ്. സിയായെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ 11th 12th പഠിക്കുമ്പോഴാണ്. അപ്പം ജസ്റ്റ് ഒരു ഫ്രണ്ട് ആ ഒരു രീതിക്ക് മാത്രമായിരുന്നു. പക്ഷെ അന്നൊന്നും നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഒരു ഫ്യൂച്ചറിൽ ഇങ്ങനെയൊക്കെ ആകും എന്നുള്ളത്. എനിക്കിതിൽ ഒത്തിരി സന്തോഷം. ബിക്കോസ് ഞാൻ വേണമെന്ന് ആഗ്രഹിച്ച ഒരു ലൈഫാണ്. അപ്പം അതിൽ വേറെ ഉള്ള പ്രഷറും കാര്യങ്ങളൊന്നും ഞാൻ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ലൈഫിലേക്ക് എത്തിയത്. ആൻഡ് ഐ ഹാവ് നോ റിഗ്രറ്റ്സ് അറ്റ് ഓൾ. I see stars, the way you laugh, it's like a heavenly choir. You made me feel invincible when you're with me. റിയനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ആക്റ്റീവ്, ഭയങ്കര പഠിപ്പി, അങ്ങനെ വെള്ളം ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇവൻച്വലി നമുക്ക് വെക്കേഷൻ ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫ്രണ്ട്സ് വഴി കോണ്ടാക്റ്റ് ആയി, ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയത്. Everybody needs someone, but they can't feel like this. How can I breathe with this burden in my chest? You are gone so fast, I want you back. You were a comet and I lost it. Watching for comets, will I see you again? Now I see you like frozen in time. All your colors burst into life. I don't dare close my eyes, 'cause a love like this happens once in a lifetime. ഇത് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പാത്ത് വേ ആയിരുന്നു സിയായിലേക്ക് എത്തുക എന്നുള്ളത്. ബട്ട് ഫൈനലി എങ്ങനെയൊക്കെയോ കറങ്ങിത്തിരിഞ്ഞ് ആ ഒരു വ്യക്തിയിലേക്ക് തന്നെ എത്തി. Everybody needs someone, but they can't feel like